Hello my dear students, welcome to Learner's World. In this video, I talk about a short story, The Price of Flowers, written by Prabhat Kumar Mukopadhyaya, Part 4. Mrs. Clifford recovered. It was time for me to return to India. I wanted to go to Lambeth to say goodbye to Maggie and her mother. അങ്ങനെ മിസ്സിസ് ക്ലിഫോർഡ് രോഗത്തിൽ നിന്ന് മുക്തി നേടിയിട്ടുണ്ട്. എനിക്ക് ഇന്ത്യയിലേക്ക് തിരികെ പോകേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ മാഗിയോടും അമ്മയോടും യാത്ര പറയുവാനായി ഞാൻ ലാംബത്തിൽ പോകണമെന്ന് എനിക്ക് മോഹമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ബട്ട് ദ ഫാമിലി വാസ് ഇൻ mourning. Frank had been killed in the fighting a month ago. Maggie had sent me a card with a black border. I calculated from the date and found that Frank had been dead some days when I told he was alive and well. ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നതിന് മുന്നേ അവരെ രണ്ടുപേരെയും കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ കുടുംബം ഇപ്പോൾ തീരാ ദുഃഖത്തിലായിരുന്നു. ഫ്രാങ്ക് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട വിവരം അറിയിച്ചുകൊണ്ട് ഒരു മാസം മുമ്പ് മാഗി എനിക്കൊരു കാർഡ് അയച്ചിരുന്നു എന്നാണ് പറയുന്നത്. അവൻ ജീവിച്ചിരിപ്പുണ്ടെന്നും സുഖമായിരിക്കുന്നുണ്ടെന്നും പറഞ്ഞതിന് മുമ്പ് ഏതോ ഒരു ദിവസമാണ് അവൻ മരിച്ചതെന്ന് തീയതി കണക്ക് കൂട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി. I calculated from the date and found that Frank had been dead some days when I told he was alive and well. I felt ashamed to face Maggie's mother, so I wrote them a letter informing them of my going away and bidding them goodbye. അപ്പം മാഗിയുടെ അമ്മയെ കാണാൻ എനിക്ക് എന്തോ മടി തോന്നി. അതുകൊണ്ട് ഞാൻ യാത്രയാകുന്ന വിവരം അറിയിച്ചുകൊണ്ട് അവൾക്കൊരു കത്തയച്ചു. It was the morning of my last day in London. I was to leave before night. I was breakfasting with the host family. There was a knock at the door. അങ്ങനെ ലണ്ടനിലെ അവസാന ദിവസത്തിൻ്റെ പ്രഭാതമായിരുന്നു അത്. രാത്രിക്ക് മുമ്പേ എനിക്ക് തിരിക്കേണ്ടതുണ്ടായിരുന്നു. ഞാൻ താമസിച്ചിരുന്ന വീട്ടുകാരുമൊത്ത് പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വാതിലിൽ ആരോ മുട്ടുന്നതായിട്ട് കേട്ടു. The maid came and said that Miss Clifford has come to see me. I had not finished my breakfast. Maggie had come to say goodbye. I got up from the table. Maggie was standing in the hall. She was wearing black. I took her to the library and made her sit down. അങ്ങനെ വാതിൽ തുറന്നപ്പോൾ മിസ്സിസ് ക്ലിഫോർഡ് എന്നെ കാണുന്നതിനായി വന്നിരിക്കുന്നുവെന്ന് ജോലിക്കാരി പറഞ്ഞു. ഞാൻ എൻ്റെ ഭക്ഷണം മുഴുവനാക്കിയിരുന്നില്ല. എന്നോട് യാത്ര പറയുന്നതിന് വേണ്ടിയാണ് മാഗി വന്നത്. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. മാഗി ഹാളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ കറുത്ത വസ്ത്രം ധരിച്ചിരുന്നു. ഞാൻ അവളെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തി. ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ വാസ് ലീവിങ് ദാറ്റ് ഡേ. I said yes. She wanted to know how long I would take to reach my country. I said a little more than 2 weeks. അങ്ങനെ ഞാൻ അന്ന് പോവുകയാണോ എന്ന് എന്നോട് അവൾ ചോദിച്ചു. ഞാൻ അതേ എന്ന് പറഞ്ഞു. എൻ്റെ നാട്ടിലേക്ക് എത്താൻ എത്ര സമയമെടുക്കുമെന്ന് അവൾ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു 2 ആഴ്ചയിൽ കൂടുതൽ സമയമെടുക്കുമെന്ന്. She asked me where I lived. I then told her that I had entered the Punjab civil service. I would not know when exactly I would reach there after my posting. She wanted to know if the frontier was far from there. I told her it was not far. She told me that Frank was buried at Fort Monroe near Daragazi Khan. Her eyes were filled with tears. I told her that I would visit her brother's grave and write to her. അപ്പോൾ പഞ്ചാബ് സിവിൽ സർവീസിൽ എനിക്ക് ജോലി കിട്ടിയ വിവരം ഞാൻ അവളോട് പറഞ്ഞു. എൻ്റെ നിയമനത്തിന് ശേഷം കൃത്യമായി എന്നാണ് ഞാൻ അവിടെ എത്തുന്നത് എന്ന് എനിക്കറിയില്ല. അതിർത്തി അവിടെ നിന്നും അകലെയാണോ എന്നവൾ എന്നോട് ചോദിച്ചു. അത്രയും അകലെയല്ലെന്ന് ഞാൻ പറഞ്ഞു. ഡേരാകാസി ഖാനിന് സമീപം ഫോർട്ട് മൺറോയിലാണ് ഫ്രാങ്കിനെ അടക്കം ചെയ്തിരിക്കുന്നത് എന്ന് അവൾ എന്നോട് പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളുടെ സഹോദരൻ്റെ കല്ലറക്കടുത്ത് പോയതിനു ശേഷം അവൾക്ക് എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. When I assured her that I would visit the place, her face filled with gratitude. She took a shilling out of her pocket and put it down on the table in front of me. With that money, I was to buy flowers and place them on her brother's grave. അങ്ങനെ ആ സ്ഥലം, അതായത് അവളുടെ ബ്രദറുടെ ശവക്കല്ലറ ഉള്ള ആ ഒരു പ്ലേസ് ഞാൻ സന്ദർശിക്കാമെന്ന് അവൾക്ക് ഉറപ്പ് നൽകി. അപ്പോൾ അവളുടെ മുഖം ഭയങ്കര
എന്നോട് നന്ദി ഉളവാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. അവൾ പോക്കറ്റിൽ നിന്നൊരു ഷില്ലിംഗ് എടുത്ത് എൻ്റെ മുന്നിൽ മേശയിൽ വെച്ചു. ആ പൈസ കൊണ്ട് അവളുടെ സഹോദരൻ്റെ കുഴിമാടത്തിൽ പൂക്കൾ വാങ്ങി വെക്കണമെന്ന് അവൾ എന്നോട് പറഞ്ഞു. In my emotion, I lowered my eyes. She had earned that shilling with so much hard work. I wanted to return the money to her, saying that in India, a lot of wildflowers grew and one does not have to pay money to get some. അപ്പോൾ ആ ഒരു സമയം ഞാൻ ആകെ വികാരനിർഭരനായി എന്നാണ് പറയുന്നത്. ഞാൻ വികാരനിർഭരനായി ഞാൻ കണ്ണുകൾ താഴ്ത്തി ഒരുപാട് അധ്വാനിച്ചിട്ടാണ് ആ ഒരു ഷില്ലിങ് അവൾ സമ്പാദിച്ചത്. ഇന്ത്യയിൽ ഒരുപാട് ചെടികളുണ്ടെന്നും അതിൽ നിന്ന് കുറച്ച് പൂക്കൾ പറിക്കാൻ പൈസയുടെ ആവശ്യമില്ലെന്നും പറഞ്ഞ് ആ രൂപ തിരികെ കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ബട്ട് ഐ തോട്ട് അഗെയിൻ ഐ വുഡ് ഡിപ്രൈവ് ഹർ ഓഫ് ദ ജോയ് ഓഫ് സാക്രിഫൈസ്. ഇഫ് ഐ ഡിഡ് നോട്ട് ടേക്ക് ദ മണി, ദ ഗ്രീഫ് ഓഫ് ഹർ ഹേർട്ട് would lessen by the sacrifice she was making. I took the shilling. I assured her that I would buy flowers with it and put them on her brother's grave. പക്ഷേ ഞാൻ വീണ്ടും ആലോചിച്ചു. ഞാൻ ആ പണം സ്വീകരിക്കാതിരുന്നാൽ അവളുടെ സന്തോഷത്തെ തട്ടിയെടുക്കുന്നത് പോലെയാകും. അവൾ ചെയ്യുന്ന ത്യാഗം കാരണം അവളുടെ മനസ്സിലെ ദുഃഖം കുറഞ്ഞെന്ന് വരാം. ആ പൈസ കൊണ്ട് പൂക്കൾ വാങ്ങി സഹോദരൻ്റെ കല്ലറയിൽ വയ്ക്കാമെന്ന് ഞാൻ അവൾക്ക് ഉറപ്പ് നൽകി. She said she did not know how to thank me. She would be late for work and so she wanted to go. She reminded me to write to her. I took her hand and pressed it to my lips. Maggie left. I wiped a tear or two from my eyes. I went upstairs to pack my bags. അപ്പോൾ എന്നോട് ഇങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ലെന്നവൾ എന്നോട് പറഞ്ഞു. ജോലിസ്ഥലത്ത് വൈകും എന്നതുകൊണ്ട് ഉടനെ പോകണമെന്നവൾ എന്നോട് പറഞ്ഞു. അവൾക്ക് എഴുതുവാൻ എന്നെ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചു. അവളുടെ കൈകളിൽ ഞാനൊന്ന് ചുംബിച്ചു. മാഗി പോയി. ഞാൻ എൻ്റെ കണ്ണുനീർ തുടച്ചു. എൻ്റെ സാധനങ്ങൾ ഒരുക്കുന്നതിനായി ഞാൻ മുകളിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ട്രാൻസ്ലേറ്റഡ് ഫ്രം ബംഗാളി ബൈ ലീല റായ്. അപ്പോൾ ഇത് ബംഗാളിയിൽ നിന്ന് ലീല റായ് ആണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. Okay, I conclude here. Thank you for watching our video. If you are interested, please subscribe, comment.